വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന രാഷ്ട്രീയം. അതിലെല്ലാം ഒരു മാറ്റം കൊണ്ടുവരണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി വികസിത കേരളം, വികസിത ഓച്ചിറ, വികസിത കൊല്ലം, ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. കാരണം ഞങ്ങൾ രാഷ്ട്രീയം പഠിപ്പിച്ചത് നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹം കഴിഞ്ഞ 11 കൊല്ലം എന്ത് ചെയ്ത് കാണിച്ചു എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു വികസനം ഇവിടെയും വരണം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രം ഇവിടെയും കൊണ്ടുവരണം. അങ്ങനെ രാജീവ്ജി പറഞ്ഞിരിക്കുന്ന ആ ഒരു വികസനം, നരേന്ദ്രമോദി കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു വികസനം ഞങ്ങൾ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യവുമായി BMS. തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്ത് നാളെയാണ് ആഘോഷം. ഇത് സംബന്ധിച്ച് സംഘടനാ ഡയറക്ടർക്ക് BMS കത്ത് നൽകിയിരിക്കുകയാണ്. ഹാൻസ് ജോൺ ഉണ്ട് വിശദാംശങ്ങളുമായി. തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കരോള് ഗാനം ആലപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഗണഗീതവും കൂടെ ആലപിക്കണമെന്ന് സംഘം, വെറും സംഘമല്ല, നമ്മുടെ മസ്തൂർ സംഘം BMS അവര് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനായിട്ടാണ്? പാവം പിടിച്ച നമ്മുടെ തിരുവനന്തപുരത്തെ തപാൽ വകുപ്പ് ആ പരിപാടി തന്നെ ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്. മിത്രങ്ങളെ, ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വിജയമാണ്. ഇതൊക്കെ കാണുന്ന തൃശ്ശൂരുകാർ ചിലപ്പോൾ ഉണ്ടല്ലോ വാ ഒത്തിപ്പിടിച്ച് ചിരിക്കുന്നുണ്ടാവും. പാർട്ടിയുടെ കണ്ടത്തില് സുരേഷ് ഗോപിയുടെ ഒരു പവർ തൃശ്ശൂരിൽ ഇല്ല എന്നാണ്. പക്ഷെ അതൊന്നും അല്ല. നിങ്ങൾ ടോട്ടലി ഉള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളും എല്ലാം തന്നെ തൃശ്ശൂരുകാർക്ക് കാര്യം മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഒറ്റൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പാവം പിടിച്ച ആ പുൽത്തൊഴുത്തിനകത്ത് ഒരു ഉണ്ണീശോനെയാണ് സാധാരണ ഇപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റി അവിടെ കൊണ്ടുവന്ന് ഗോഡ്സെജി ആയിട്ടും മാലാഖമാരുടെ സ്ഥലത്ത് സവർക്കറിനെയും ഗോൾക്കറിനെയും കൂടെ വെക്കണമെന്നുള്ള അപേക്ഷയും കൊണ്ട് വരരുതേ പ്ലീസ്. സഹിക്കത്തില്ല. ഇതൊക്കെ കാണുന്ന PC അണ്ണന്റെയും കാസയിലെ പീറ്റർ അണ്ണന്റെയും ഒക്കെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇനി ഏതൊക്കെ തരത്തിലായിരിക്കും ഇവർ ന്യായീകരണമായിട്ട് വരുന്നത്? കൂടുതലൊന്നും പറയുന്നില്ല. തിരുവനന്തപുരംകാരെ ഈ പ്രാവശ്യം നിങ്ങൾ അനുഭവിച്ചേ തീരത്തുള്ളൂ.